നമസ്കാരം. KCV ന്യൂസ് ടീമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം കൊച്ചിയിൽ പൂർണ്ണം. പള്ളുരുത്തിയിലെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ നിർവഹിച്ചു. കരുവേലിപ്പടി ചൂലേഴം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിച്ചു. പള്ളുരുത്തിയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പള്ളുരുത്തിയിൽ തിമിര രോഗ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം കൊച്ചിയിൽ പൂർണ്ണം. 50% വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ തുടർന്ന് ജനജീവിതം സ്തംഭനാവസ്ഥയിലേക്ക്. നിലവിലുള്ള ബാറ്റ 50% വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതി സംസ്ഥാനത്ത് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സമരം ആരംഭിച്ചത്. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും തൊഴിലാളികളുടെ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ശബരിമല സീസണായതിനാൽ KSRTC കൂടുതൽ സർവീസ് നടത്തിയില്ല. സമാന്തര സർവീസുകളുമായി ടെമ്പോകളും ടാക്സികളും നിരത്തിൽ ഇറങ്ങിയത് ജനത്തിന് ആശ്വാസമായി. ചൊവ്വാഴ്ച ഗതാഗത വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് സമരസംഘടനാ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ സമരത്തോടൊപ്പം ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പള്ളുരുത്തിയിലെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ നിർവഹിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് മുഖ്യാതിഥിയായി. 1.5 കോടി രൂപ ചെലവ് ചെയ്ത് 3 നിലകളിലായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തിയിലെ വ്യാപാര ഭവന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. TV വിജയൻ അധ്യക്ഷനായി. ചടങ്ങിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് മുഖ്യ അതിഥിയായി. ഗ്രാമപ്രദേശങ്ങളിലെ വ്യാപാരി സമൂഹം, കാരണം ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ വ്യാപാരി വ്യവസായ സമൂഹം. മാത്രമല്ല, ഒരു കുടുംബം അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും മുളകും ഉപ്പും ഒക്കെ വാങ്ങിക്കും. മാസാവസാനമാണ് കാശ് കൊടുക്കുന്നത്. ആരും പറ്റിക്കാറില്ല. ഇന്ന് ഈ രംഗത്തൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ ഗുണപ്രദമായി. വ്യാപാര ഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പള്ളുരുത്തി EK നാരായണൻ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വ്യാപാര ഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പള്ളുരുത്തി EK നാരായണൻ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും നമ്മുടെ നാടിന് ഒരു അനുഗ്രഹമാണ്. ഞാൻ ഈ വ്യാപാര ഭവനോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം നിങ്ങൾ അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതാക്കി കഴിഞ്ഞ് നമ്മൾ എതിർക്കണ്ട. കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മന്ത്രിസഭയിലെ ഒരു അംഗം എന്നുള്ളത് ഞാനും അത് ആവർത്തിക്കുകയാണ്. കേരളത്തിൽ ചില്ലറ വിൽപ്പന ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്നാണ് UDF സർക്കാരിന്റെ നയമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി K ബാബു പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് TV വിജയൻ അധ്യക്ഷനായി. വാടക കുടിയാൻ നിയമം അടിച്ചേൽപ്പിച്ചാൽ കൂട്ടത്തോടെ കടകൾ അടച്ചിടുമെന്ന് വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നാസറുദ്ദീൻ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഭാരവാഹികളായ KP ദേവാനന്ദ്, ഡോക്ടർ M ജയപ്രകാശ്, PAM ഇബ്രാഹിം, PC ജേക്കബ്, ഡിലൈറ്റ് പോൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ സോഹൻ, TK അഷ്റഫ്, R ത്യാഗരാജൻ, നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, തമ്പി സുബ്രഹ്മണ്യൻ, VA ശ്രീജിത്ത്, സുലുല സെൽവൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. DYFI പള്ളുരുത്തി ബ്ലോക്ക് സമ്മേളനം ജനുവരി 9 മുതൽ 13 വരെ പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 9 പള്ളുരുത്തിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കൊടിമര ജാഥയും കപ്പി കയർ ജാഥയും പതാക ജാഥയും ദീപശിഖ ജാഥകളും പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ സംഗമിക്കും. ജനുവരി 10 നടക്കുന്ന പ്രതിനിധി സമ്മേളനം DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് P ശ്രീരാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം കൺവീനർ അഡ്വക്കേറ്റ് PS വിജു പറഞ്ഞു. യുവജന രംഗത്തുള്ള യുവതികളുടെ സെപ്പറേറ്റുള്ള സബ് കമ്മിറ്റി വിഭാവനം ചെയ്യുന്ന പരിപാടിയാണ്. അതിൽ PS ശേഖരൻ ജില്ലാ പഞ്ചായത്ത് പങ്കെടുക്കുന്നുണ്ട്. DYFIയുടെ നേതാക്കളായിട്ടുള്ള VM റഷീദ, രശ്മി തോമസ്, അതുപോലെ തന്നെ PR രചന എന്നിവരാണ് ആ പരിപാടി പങ്കെടുക്കുന്നത്. തുടർന്ന് 7-ാം തീയതി കുമ്പളങ്ങിയിൽ വെച്ചാണ് സെമിനാർ നടക്കുന്നത്. ജാതി രാഷ്ട്രീയം, നമ്മുടെ കറണ്ട് പൊളിറ്റിക്സിലെ ഏറ്റവും നിർണായകമായ വിഷയമാണ്. ഇന്നലെ
ഒരു പൊളിറ്റിക്സിലൂടെ എത്തുമ്പോൾ കാരണം ജാതി രാഷ്ട്രീയ കപ്പികയർ ദീപശിഖ ജാഥകൾ ആരംഭിക്കും. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളിൽ നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയാണ്. 13-ാം തീയതി യുവജന റാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകളും കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചതായും സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PR വിജയൻ, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, MA നൌഫൽ, ഹനീഷ് എന്നിവർ പങ്കെടുത്തു. കരുവേലിപ്പടി ചൂലേഴം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷിക സമ്മേളനം ഡിവിഷൻ കൗൺസിലർ ഷൈല തദേവുസ് ഉദ്ഘാടനം ചെയ്തു. ചൂലേഴം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷിക സമ്മേളനം നഗരസഭാ കൗൺസിലർ ഷൈല തദേവുസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ പ്രദേശത്തെ നമ്മൾക്കറിയാം, നമ്മുടെ ഡിവിഷൻ വലിയ ഡിവിഷനാണ്. വരുന്ന ഫണ്ടുകൾ ഡിവിഷന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പോവുക എന്നുള്ള ഒരു കൗൺസിലറിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേ പെട്ടെന്ന് അതേ സ്പീഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിച്ചില്ല എന്ന് വരും. എന്നിരുന്നാലും ഈ 2 വർഷക്കാലം കൊണ്ട് ഈ ഭാഗം ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് CA സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. തോപ്പുംപടി പോലീസ് സബ് ഇൻസ്പെക്ടർ AK സജീവ്, കൗൺസിലർമാരായ TK ബാബു, PS പ്രകാശൻ, അസോസിയേഷൻ രക്ഷാധികാരി ഡോക്ടർ രാജേന്ദ്രൻ, KN ഉണ്ണികൃഷ്ണൻ, NP ജോസഫ്, CR പവിത്രൻ, CP ചന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു. പ്രശസ്ത കാതികൻ പള്ളുരുത്തി രാമചന്ദ്രനെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. നസ്രത്ത് തിരുക്കുടുംബ ദേവാലയത്തിലെ ചൈതന്യ മതബോധന കേന്ദ്രം സംഘടിപ്പിച്ച മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ക്രിസ്തീയ കലോത്സവം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തീയ കലകളെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നസ്രത്ത് ചൈതന്യ മതബോധന കേന്ദ്രം ക്രിസ്തീയ കലോത്സവം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു പ്രതിത്വം, നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് ഈ നരസിംഹത്തിൽ. അതുപോലെ അച്ഛൻ സൂചിപ്പിച്ച ചവിട്ടുനാട്, ഉപ്പടങ്ങി, ചെല്ലാനം തുടങ്ങിയ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആവേശമായിരുന്നു ചവിട്ടുനാട്. വെട്ടി ഒരു കലാകാരന്റെ കഴിവ് തന്നെ അത് ചവിട്ടി ഒഴിക്കണം. ഒരു കാര്യം വ്യക്തിയിൽ സമുദായത്തിന് അഭിമാനിക്കാവുന്ന നമ്മുടെ പഴയ കലാരൂപം അത് സംരക്ഷിക്കും. ഉദ്ഘാടന യോഗത്തിൽ ഫാദർ ജോർജ് എഴേടത്ത്, യേശുദാസ് പാലപ്പള്ളി, റോയ്സൺ റോഡ്രിക്സ്, ഫാദർ ജോസഫ് കരുത്തോടത്ത്, ആന്റണി കുട്ടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി അവസാന വാരം ഫോർട്ട് കൊച്ചി ബീച്ചിൽ നടക്കുന്ന പുഷ്പ ഫല പ്രദർശനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ആണ് ലോഗോ പ്രകാശനം ചെയ്തത്. ഒരുമയുടെ പൂക്കാലം എന്ന സന്ദേശവുമായി കൊച്ചി ഹോർട്ടികൾച്ചറൽ ഫോറമാണ് ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ചിൽ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. ഹോട്ടൽ അബാദിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ് ലോഗോ പ്രകാശനം ചെയ്തു. വലിയ സഹായകരമായ ഒരു നടപടിയാണ്. അത് മാത്രമല്ല, ഫോർട്ട് കൊച്ചിക്ക് ഒരു ചരിത്രമുണ്ട്. ആ ഫോർട്ട് കൊച്ചിയിൽ നടന്നാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ വീടുകളിലൊക്കെ ബോഗൺവില്ല ഉൾപ്പെടെ ഒരുപാട് പുഷ്പങ്ങളും ചെടികളും കാണാൻ കഴിയും. അത്രമാത്രം എനിക്കൊന്നൊരു പുഷ്പ നഗരമായി ആയിട്ടാണ് ബാംഗ്ലൂരിൽ കാണുന്ന ഗാർഡൻ സിറ്റിയാണ്. അതുപോലെ ഒരു ഗാർഡൻ നഗരമാണ് ഫോർട്ട് കൊച്ചി. എല്ലാ വീടുകളുടെ മുമ്പിലും നമുക്ക് ധാരാളം ചെടികളും പുഷ്പങ്ങളും ഒക്കെ കാണാൻ കഴിയും. ആ രീതിയിലുള്ള ഈ ഒരു ഗാർഡൻ നഗരം എന്ന നിലയിൽ വർഷം തോറും ഫോർട്ട് കൊച്ചിയിൽ പുഷ്പമേള സംഘടിപ്പിക്കാൻ വേണ്ട സഹായം നൽകുമെന്ന് പ്രൊഫസർ KV തോമസ് പറഞ്ഞു. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷനായി. GCD ചെയർമാൻ K വേണു മുഖ്യ അതിഥിയായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK അഷ്റഫ്, KJ സോഹൻ എന്നിവരും അഡ്വക്കേറ്റ് തോമസ് മൈക്കിൾ, മെയ്ജോ K അഗസ്റ്റിൻ, ഷമീർ വളവത്ത് എന്നിവരും സംസാരിച്ചു. പള്ളുരുത്തിയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പള്ളുരുത്തിയിൽ തിമിര രോഗ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി രോഗികൾ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി. പള്ളുരുത്തി SDPI സ്കൂളിലാണ് തിമിര രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തി. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ സീമ, ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ ജോസഫ്, ഡോക്ടർ സിന്ധു എന്നിവരാണ് രോഗികളെ പരിശോധിച്ച് ചികിത്സ നിശ്ചയിച്ചത്. തിമിര ശസ്ത്രക്രിയ വേണ്ട രോഗികൾക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. ക്യാമ്പിന് ബോബൻ സോഷ്യൽ വർക്കേഴ്സ് പ്രവർത്തകരായ KA ബേബി, കണമാലി, KM ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പള്ളുരുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാനമഴയുടെ നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പ് കൗൺസിലർ അഡ്വക്കേറ്റ് KN സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്കിടയിൽ വിതരണം ചെയ്ത സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പാണ് ഞായറാഴ്ച രാവിലെ നടന്നത്. അഡ്വക്കേറ്റ് KN സുനിൽകുമാർ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് പ്രസിഡന്റ് TV വിജയൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സൂരജ് കൃഷ്ണയുടെ മേൽനോട്ടത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. ഒന്നാം സമ്മാനമായ ടാറ്റ നാനോ കാർ 7583 നമ്പർ കൂപ്പൺ ലഭിച്ചു. ചടങ്ങിൽ സെക്രട്ടറി KP ദേവാനന്ദ്, ട്രഷറർ KM പുരുഷോത്തമ റാവു, ഇന്ദിരാകൃഷ്ണ റാവു,
CV മാത്യു എന്നിവർ സംസാരിച്ചു. ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അതുപോലെ MP-മാരും എല്ലാം ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളെ ഒന്നും ഞാൻ കടക്കുന്നില്ല. വ്യാപാരി വ്യവസായി സമൂഹം വളരെയേറെ പ്രതിസന്ധികൾ നേരിടാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ് ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം കൊച്ചിയിൽ പൂർണ്ണം. പള്ളുരുത്തിയിലെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നാസറുദ്ദീൻ നിർവഹിച്ചു. കരുവേൽപ്പടി ചൂലേഴം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിച്ചു. പള്ളുരുത്തിയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പള്ളുരുത്തിയിൽ തിമിരരോഗ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.